അത്തം നക്ഷത്രം, നിങ്ങളുടെ നക്ഷത്രാധിപൻ ചന്ദ്രനാണ്, രാശി കന്യാണ്, ദേവത സൂര്യശക്തി, പ്രവർത്തന ദൈവമാണ്, ചിഹ്നം കൈയാണ്, എലമെന്റ് ഭൂമിയാണ്. അത്തം നക്ഷത്രക്കാരുടെ സ്വഭാവം പൊതുവെ കയ്യിലുള്ളത് കൊണ്ട് ജീവിതം മാറ്റുന്നവരാണ്. പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. സംസാരത്തിൽ നല്ല ഷാർപ്പുമാണ് ആൻഡ് സ്മാർട്ടുമാണ്. എന്ത് കാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. മൾട്ടി ടാലൻറ്റഡ് ആണ്. ഒരാൾക്ക് തന്നെ പല കഴിവുകളും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യണം കൊണ്ട് പലപ്പോഴും എവിടെ എത്താത്ത പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ട്. സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ പവറുണ്ട്. എല്ലാം കേട്ട് നിൽക്കാൻ കുറച്ച് ക്ഷമയുള്ളവരാണ്. ഹ്യൂമർ സെൻസ് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ട്. ചിരിപ്പിക്കുകയും ചെയ്യും, സർക്കാസം പറയുകയും ചെയ്യും. അതുകൊണ്ട് മറ്റുള്ളവരെ കളിയാക്കൽ കൂടുതലായിരിക്കും. നിങ്ങളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾ നല്ല ഓവർ തിങ്കിങ് ആണ്. രാത്രിയൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് 2-3 മണിക്കൂർ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടക്കണ സ്വഭാവം നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാവും. എല്ലാം കൺട്രോൾ ചെയ്യണമെന്നൊരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ട്. സ്വന്തം വിഷമം പുറത്ത് പറയാത്തൊരു സ്വഭാവം നിങ്ങൾക്ക്. ട്രസ്റ്റ് ഇഷ്യൂ ഭയങ്കരമാണ്. ഒരിക്കൽ വഞ്ചിച്ചാൽ പിന്നെ നിങ്ങൾ അവർ വിശ്വസിക്കുകയില്ല. അത് നല്ലതാണ്. വിശ്വസിക്കാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത്തം നക്ഷത്രക്കാർക്ക് പൊതുവെ 2025 കുറച്ച് പ്രഷറും ഉണ്ടായിരുന്നു. റിയാലിറ്റി ചെക്ക് ഇയറും ആയിരുന്നു. ജോബിലും കരിയറിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഹാർഡ് വർക്ക് ചെയ്തിട്ടും അപ്രീസിയേഷൻ വളരെ വൈകിയാണ് നിങ്ങൾക്ക് കിട്ടിയത്. റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങൾക്ക് നല്ല ഉണ്ടായിരുന്നു. അത് ഫ്രണ്ട്സിൻ്റെന്നും ഉണ്ടായിരുന്നു, പാർട്ട്ണറിൻ്റെന്നും നിങ്ങൾക്കുണ്ടായിരുന്നു. ഫൈനാൻഷ്യൽ സ്ട്രെസ് ബേസ് എന്തായാലും വേണ്ടി വന്നു. സ്ലീപ്പ്, മെൻ്റൽ സ്ട്രെസ് ഇതെല്ലാം നിങ്ങൾക്ക് പ്രശ്നമായിരുന്നു. 2025 എന്തായാലും നിങ്ങളെ മെൻ്റലി കുറച്ച് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. വീക്ക് പീപ്പിള് നിങ്ങൾ കട്ട് ഓഫ് ആക്കി, അതായത് അവരായിട്ട് നിങ്ങൾ എന്തായാലും കുറച്ച് അകലം പാലിച്ചിട്ടുണ്ട്. 2026 നിങ്ങളൊരു അടിത്തറ പാകിയിട്ടാണ് നിങ്ങൾ 2025 തീർക്കാൻ പോകുന്നത്. 2026 ജനുവരിയിൽ നിങ്ങൾക്കൊരു സ്ലോ ബിഗിനിങ് ആട്ടോളൂ. കരിയറിൽ ഡിലേ ഉണ്ടാവും, പക്ഷെ ക്ലാരിറ്റി എന്തായാലും നിങ്ങൾക്ക് വരും. ഫിനാൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെൻസും കൂടുകയും ചെയ്യും, ഇൻകം എന്തായാലും കൂടും. പ്രണയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും, സൈലൻറ്റ് സ്പേസ് എന്തായാലും ഉണ്ടാവും. മെൻ്റലി കുറച്ച് ഓവർ തിങ്കിങ് എന്തായാലും ഉണ്ടാവും. എന്തായാലും കാര്യമായിട്ട് എടുത്തു ചാടി ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫെബ്രുവരി മാസത്തിൽ ഒരു ഇൻറ്റേർണൽ ഷിഫ്റ്റ് എന്തായാലും ഉണ്ടാവും. ജോബിൽ എന്തായാലും പുതിയൊരു ഐഡിയ ഉണ്ടാവും, പുതിയ പ്ലാൻ ഉണ്ടാവും. ഫിനാൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ റിലീഫ് കുറച്ച് ഉണ്ടാവും ജനുവരിയെക്കാട്ടിലും. റിലേഷൻഷിപ്പിൽ ഒരു തുറന്ന സംസാരം എന്തായാലും ഉണ്ടാവും. അതിന് ശേഷമായിരിക്കും അത് മുന്നോട്ട് പോകേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് ഉറക്കം എന്തായാലും ഫെബ്രുവരി മാസത്തിലുണ്ടാവും. എനിക്കൊന്ന് മാറ്റണം, എന്നെ മാറ്റണം എന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിലുണ്ടാവും. മാർച്ച് മാസത്തിൽ ഒരു ആക്ഷൻ എന്താണ്, കരിയർപരമായിട്ട് ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും നിങ്ങൾക്കുണ്ടാവും. ബിസിനസ് പരമായിട്ട് ഫസ്റ്റ് ഒരു പോസിറ്റീവ് സൈൻ നിങ്ങൾക്ക് കാണാം. പ്രണയത്തിൽ നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ വീണ്ടും സാധ്യത വളരെ കൂടുതലാണ്. പുതിയതുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് ഇൻകം ചാൻസ് നല്ല കൂടുതലാണ്. കോൺഫിഡൻസ് റിട്ടേൺ എന്തായാലും ചെയ്യും. ഏപ്രിൽ മാസത്തിൽ ഒരു ഇമോഷണൽ ടെസ്റ്റ് മന്താണ്. റിലേഷൻഷിപ്പിൽ ഒരു ഈഗോ ക്ലാഷ് എന്തായാലും ഉണ്ട്. കരിയറിൽ പ്രഷർ എന്തായാലും നല്ല രീതിയിൽ മുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഫൈനാൻസ് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്, കാരണം എക്സ്പെൻസ് വീണ്ടും കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. വെറുതെ ഓരോന്ന് പർച്ചേസ് ചെയ്യരുത്. അതുകൊണ്ട് ഏപ്രിൽ മാസം ഒരു 15-ാം തീയതി വരെ 16-ാം തീയതി വരെ നിങ്ങൾ ഒന്നും വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വിഷു ആയതും കൊണ്ടൊക്കെ തന്നെ ഏപ്രിൽ മാസത്തിൽ കുറച്ച് ചിലവ് എന്തായാലും ഉണ്ടാവും, പക്ഷെ അതിന് കൺട്രോൾ ചെയ്യുക തന്നെ വേണം. മെയ് മാസത്തിൽ ഒരു ഗ്രോത്ത് മന്താണ്. കരിയറിൽ അപ്രീസിയേഷൻ ഉണ്ടാവും, റോൾ ക്ലാരിറ്റി എന്തായാലും ഉണ്ടാവും. ബിസിനസ്സിൽ ഒരു എക്സ്പാൻഷൻ ഐഡിയ എന്തായാലും ഉണ്ടാവും. പ്രണയത്തിൽ ബോണ്ടിങ് എന്തായാലും കുറച്ച് ഇമ്പ്രൂവ് ആവും. ഫൈനാൻസിൽ എന്തായാലും കുറച്ച് സ്റ്റേബിൾ ഫ്ലോ ആയിരിക്കും. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് ഒരു വിത്ത് പാകണ ഒരു മാസമായിരിക്കും. ജൂൺ മാസത്തിൽ ഒരു റെക്കഗ്നിഷൻ ഉണ്ടാവും. ജോബിൽ പ്രൊമോഷനുണ്ട്, ന്യൂ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഫൈനാൻസിൽ സേവിങ്സ് എന്തായാലും ഇമ്പ്രൂവ് ആവും. റിലേഷൻഷിപ്പിൽ ഒരു സപ്പോർട്ടിങ് സ്പേസ് ഉണ്ടാവും. ഒരു റെസ്പെക്റ്റ് എന്തായാലും സമൂഹത്തിൽ എല്ലാവരും നിങ്ങളെ കുറച്ച് വില വയ്ക്കും. എല്ലാവരും വില വെക്കണ ഒരു മന്താണ്. ജൂലൈ മാസത്തിൽ ഒരു ഇമോഷണൽ വൾണറബിലിറ്റി ഉണ്ടാവും. പ്രണയത്തിൽ ഒരു പഴയ മെമ്മറിയൊക്കെ ട്രിഗർ ചെയ്യും. അതുകൊണ്ട് പുതിയ ആളായിട്ട് എന്തായാലും അടികൂടാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. മെൻ്റലി മൂഡ് സ്വിങ്സ് നന്നായിട്ടുണ്ടാവും. കരിയറിൽ ഒരു റുട്ടീൻ വർക്ക് എന്തായാലും ഉണ്ടാവും. ഫൈനാൻസ് വലിയ ഇൻകം ഉണ്ടാവും, എക്സ്പെൻസും ഉണ്ടാവും. കാര്യമായിട്ട് കയ്യിലൊന്നും ഉണ്ടാവില്ല. പഴയ കാര്യങ്ങളൊന്നും ഓർത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല, വീണ്ടും കൊളാപ്സ് ആവുകയുള്ളൂ.
ഓഗസ്റ്റ് മാസത്തിൽ എന്തായാലും കുറച്ചൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാവും. ഒരു മേജർ ഡിസിഷൻ നിങ്ങൾ കരിയറിൽ എടുക്കേണ്ടി വരും. ബിസിനസ്സിൽ ലാഭം വരാൻ സാധ്യത കൂടുതലുള്ള ഒരു മാസമാണ്. പ്രണയത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ടോക്ക് വരും. അതിന് ശേഷം മുന്നോട്ട് പോകണമെന്നുള്ളത് വീണ്ടും തീരുമാനിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഫൈനാൻസിൽ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ഗെയിൻ ഉണ്ടാവും. ഒരു ടേണിംഗ് പോയിൻ്റ് മന്ത് തന്നെയാണ് ഓഗസ്റ്റ്. സെപ്റ്റംബർ മാസത്തിൽ കുറച്ച് സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഒരു സെക്യൂർ പൊസിഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ട്രസ്റ്റ് റീബിൽഡ് ചെയ്യും. ഫാമിലിയിൽ കുറച്ച് പീസ് ആയിരിക്കും. ഹെൽത്ത് കുറച്ച് ഇമ്പ്രൂവ് ആവും. ലൈഫ് എന്തായാലും കുറച്ച് ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന പോലെ നിങ്ങൾക്ക് എന്തായാലും തോന്നും. ഒക്ടോബർ മാസത്തിൽ എന്തായാലും റെസ്പോൺസിബിലിറ്റി വീണ്ടും നല്ല രീതിയിൽ തന്നെ കൂടും. അതുകൊണ്ട് സ്ട്രെസ്സ്, ഹെഡേക്ക്, അലച്ചൽ ഇതൊക്കെ നല്ല കൂടുതൽ തന്നെയാണ്. വർക്ക് പ്രഷറും കൂടും. വലിയൊരു എക്സ്പെൻസ് വരും. അതും കൊണ്ട് കടം വാങ്ങാണ്ടിരിക്കുക. കടം വാങ്ങിയാൽ പിന്നെ അത് വീട്ടാൻ നല്ല പ്രയാസമാണ് അതിന് ശേഷം. അതുകൊണ്ട് പ്രണയത്തിൽ കുറച്ച് ലെസ് ടൈം ആയിരിക്കും. മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. എൻ്റെ പാർട്ട്ണർ എന്നെ വിട്ട് പോകുന്നുണ്ടോ, അവൾ എന്നെ ചതിക്കുന്നുണ്ടോ, വേറെ കാമുവിൻ്റെ കൂടെയാണോ കാമുവിയുടെ കൂടെയാണോ എന്നുള്ള തോന്നലൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഹെൽത്ത്, ബാക്ക് പെയിൻ ഒക്കെ എന്തായാലും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ടൈം മാനേജ് ചെയ്യുക. പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നവംബർ മാസത്തിൽ ഒരു റിവാർഡ് മന്ത് തന്നെയാണ്. സക്സസ് റെക്കഗ്നിഷൻ എന്തായാലും ഉണ്ടാവും. ഫൈനാൻസ് നല്ല രീതിയിൽ തന്നെ ഒഴുകും. ഇമോഷണൽ ക്ലോസ്നെസ് ഉണ്ടാവും. ട്രാവൽ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് എനിക്ക് ആവശ്യമാണ് എന്നുള്ള തോന്നൽ എന്തായാലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും ഉണ്ടാവും. ട്രാവൽ ചെയ്തതും നന്നായി എന്നൊരു തോന്നൽ എന്തായാലും ഉണ്ടാവും. നിങ്ങൾ ട്രാവൽ ചെയ്യാണ്ടിരുന്നാൽ നിങ്ങൾ എന്തായാലും റിഗ്രറ്റ് ചെയ്യും. ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കരിയറിൽ കുറച്ച് കാം ആയിരിക്കും. കോൺഫിഡൻസും വരും. പ്രണയത്തിൽ ഹാപ്പിനെസ്സും ഉണ്ട്, കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. ഫൈനാൻസ് നല്ല കംഫർട്ടബിൾ ആണ്. മെൻ്റലി കുറച്ച് ഓക്കെ ഫീലാണ്. ഒരു സ്ട്രോങ് ഫിനിഷ് തന്നെയായിരിക്കും. 2026 പ്രണയത്തിലും റിലേഷൻഷിപ്പിലും ഒരു ഓവറാൾ നോക്കുകയാണെങ്കിൽ ഒരു ഹീലിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇയർ തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ കമ്മിറ്റ്മെൻറ്റും ഉണ്ടാവും, ക്ലാരിറ്റി ഉണ്ടാവും. ഒരു ഓഗസ്റ്റിനും ഡിസംബറിനും ഇടയിൽ കല്യാണത്തെ പറ്റി സംസാരിക്കാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. കരിയർ നോക്കുകയാണെങ്കിൽ, ഫിനാൻസ് നോക്കുകയാണെങ്കിൽ ഓവറാൾ ഹാർഡ് വർക്കിന് എന്തായാലും മെയ് മാസത്തിൽ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസത്തിനിടയിൽ ഒരു ജോബ് ചേഞ്ച് സാധ്യതയുണ്ട്. ഉള്ളത് ഗ്രോത്ത് ആവാനും സാധ്യതയുണ്ട്. ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ലോ സ്റ്റാർട്ടാണ്. എന്നാൽ സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ ഗുഡായിട്ട് തന്നെ പോവും. ലോൺ അവോയ്ഡ് ചെയ്യുക, ലോൺ എടുക്കാണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ കടമേ വാങ്ങാൻ പാടില്ല. പറഞ്ഞാൽ നല്ല രീതിയിൽ പെടും. ഹെൽത്തും മെൻ്റൽ സ്ട്രെസ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എന്തായാലും സ്ട്രെസ് തന്നെ ആയിരിക്കും. ഒരു മെയ് വരെ കുറച്ച് സ്ട്രെസ് എന്തായാലും നിങ്ങൾക്കുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് സ്റ്റെബിലിറ്റി ആയിരിക്കും. നിങ്ങൾ കടം വാങ്ങുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിലും ആ സ്റ്റെബിലിറ്റി എന്തായാലും നിന്ന് പോവും. അതുകൊണ്ട് മെഡിറ്റേഷൻ, റൊട്ടീൻ ഹെൽപ്സൊക്കെ നല്ലതാണ്. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നിങ്ങൾക്കൊരു ലക്കി ഡേ ആണ്. അതുകൊണ്ട് ഈ ദിവസം ഒരു ലൈറ്റ് ഗ്രീൻ, വൈറ്റ് ഒക്കെ നിങ്ങൾ ഇടുന്നത് നന്നായിരിക്കും. ഓവറായിട്ട് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്.